എല്ലാവർക്കും അടുക്കള രുചിയിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്നുണ്ടാക്കാൻ പോകുന്നത് ചോറിനും കഞ്ഞിക്കുമൊക്കെ പറ്റിയ ഒരു ഉടച്ചുകറിയാണ് ചക്കക്കുരു മാങ്ങ ഉടച്ചുകറി. ഈ കറിക്ക് ആവശ്യമുള്ളത് ചക്കക്കുരു. ഇത് ഒരു 20 വലിയ ചക്കക്കുരു അരിഞ്ഞതാണ്. ഈ ബ്രൗൺ തൊലി കളയേണ്ട ആവശ്യമില്ല, ഞങ്ങൾ കുറച്ചൊക്കെ കളഞ്ഞിട്ടുണ്ട്. മാങ്ങ, ഇത് ഒരു മാങ്ങയുടെ പകുതിയാണ്. നല്ല പുളിയുള്ള മാങ്ങ ആയതുകൊണ്ടാണ് പകുതി എടുത്തത്. മാങ്ങയുടെ പുളിക്കനുസരിച്ച് അളവിൽ വ്യത്യാസം വരുത്തുക. അരപ്പിന് ആവശ്യമായ സാധനങ്ങൾ: 1 കപ്പ് തേങ്ങ ചിരകിയത്, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ ജീരകം, 6 അല്ലി വെളുത്തുള്ളി. ആദ്യം ചക്കക്കുരു വേവിക്കുക. ചക്കക്കുരു പകുതി വെന്തതിന് ശേഷം മാത്രം മാങ്ങ ചേർത്ത് കൊടുക്കുക. ചക്കക്കുരു വേകാനായിട്ട് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് 1 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നമ്മൾ എടുത്തു വെച്ചിരുന്ന മഞ്ഞൾപ്പൊടിയിൽ സ്വല്പം മഞ്ഞൾപ്പൊടി കൂടി ചേർത്തിട്ടുണ്ട്. പിന്നെ ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി അടച്ചു കൊടുത്ത് വേവിക്കുക. തേങ്ങ വെള്ളം ചേർത്ത് അരച്ചെടുത്തിട്ടുണ്ട്. ഇത് മോരുകറിയുടെ അത്രയും അരയേണ്ട ആവശ്യമില്ല, എന്നാൽ അവിയലിനേക്കാളും സ്വല്പം കൂടി അരയുകയും വേണം. ഇപ്പം ചക്കക്കുരു പകുതി വെന്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് മാങ്ങ ചേർത്ത് കൊടുക്കാം. ഇനി അടച്ചു കൊടുത്ത് ബാക്കി വേവിക്കുക. ഇപ്പം മാങ്ങയും വെന്തിട്ടുണ്ട്. നമുക്കിനി ഈ കഷ്ണങ്ങൾ കുറച്ച് ഒന്ന് തവി കൊണ്ടൊന്ന് ഉടച്ചു കൊടുക്കണം. മുഴുവനും ഉടയ്ക്കേണ്ട ആവശ്യമില്ല. ഇപ്പോൾ പകുതി കഷ്ണങ്ങൾ ഉടച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള അരപ്പ് കൂടി ചേർത്ത് ഇളക്കി കൊടുക്കുക. ഉടച്ച കറിക്ക് ആവശ്യത്തിനുള്ള വെള്ളം കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നമ്മൾ കഷ്ണങ്ങൾ വേവിച്ചപ്പോൾ സ്വല്പം ഉപ്പിട്ടാണ് വേവിച്ചത്. ഇനി നമ്മുടെ കറിക്ക് ആവശ്യത്തിന് ഉള്ള ഉപ്പ് മാത്രം ചേർത്ത് കൊടുക്കുക. ഇതേ പരുവത്തിന് വെള്ളം ചേർത്ത് കൊടുക്കണം. ഇതിനി ഒന്ന് തിളച്ചാൽ മാത്രം മതി. അപ്പം നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. ഇപ്പം അരപ്പ് തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. നന്നായിട്ട് തിളച്ച ശേഷം ഗ്യാസ് ഓഫ് ചെയ്താൽ മതി. ഇനി ഗ്യാസ് ഓഫ് ചെയ്യാം. ഇപ്പൊ നമ്മുടെ കറിയുടെ പരുവം ഇതാണ്. ഇത് ചട്ടിയിലിരുന്ന് കുറച്ചുകൂടെ കുറുകും. ചിലർക്ക് ഇത് കുറച്ചും കൂടെ കട്ടിയായിട്ട് ഇരിക്കുന്നതാണ് ഇഷ്ടം. അങ്ങനെയുള്ളവർ വെള്ളം ചേർക്കുമ്പോൾ കുറച്ച് വെള്ളം ചേർക്കുക. ഇനി ഇതിലേക്ക് അവസാനം ചേർക്കേണ്ടത് കടുക് താളിച്ചതാണ്. നമുക്കിനി അതുകൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതാണ് നമ്മുടെ ചക്കക്കുരു മാങ്ങ ഉടച്ചു കറി. കഞ്ഞിക്കാണിത് ഏറ്റവും നല്ലത്. ചോറിൻ്റെ കൂടെ കഴിക്കാൻ നല്ലതാണ്. പണ്ടുള്ളവര് കഞ്ഞിയും ഇതുപോലുള്ള ഉടച്ച കറികളും ഒക്കെ ധാരാളം കഴിക്കാറുണ്ടായിരുന്നു. നമ്മളൊന്നും ഇപ്പോൾ അധികം കഞ്ഞിയൊന്നും കുടിക്കാറേ ഇല്ല. പക്ഷെ ഇപ്പോൾ എല്ലാവരും വീട്ടിലുള്ള സമയമാണ്. അപ്പം അച്ഛനമ്മമാരും കുട്ടികളും എല്ലാവരും കൂടെ ചേർന്ന് കഞ്ഞി ഉണ്ടാക്കി ഇതുപോലെ ഉടച്ചു കറി ഉണ്ടാക്കി കഴിക്കുക. പിന്നെ ചക്കക്കുരു മാങ്ങയൊക്കെ ഇപ്പോൾ എല്ലാവരുടെയും വീട്ടിൽ കാണും. ഇല്ലെങ്കിൽ അടുത്ത വീട്ടിൽ നിന്ന് സ്വല്പം വാങ്ങിച്ച് കറി ഉണ്ടാക്കുക. ഇനിയും ഇതുപോലുള്ള നല്ല റെസിപ്പിയുമായിട്ട് കാണുന്നത് വരെയും എല്ലാവർക്കും നന്ദി.